CPIM സിന്ദാബാദ്, 23 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, 23 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, കണ്ണൂർ ജില്ലാ സമ്മേളനം സിന്ദാബാദ്, കണ്ണൂർ ജില്ലാ സമ്മേളനം സിന്ദാബാദ്, കവമ്പാൽ രക്തസാക്ഷികൾ സിന്ദാബാദ്, കവമ്പാൽ രക്തസാക്ഷികൾ സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, CPIM-ന്റെ 23ാമത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തിയായി വരികയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയായി. ജില്ലാ സമ്മേളനം 10, 11, 12 തീയതികളിൽ എരിപുരത്ത് വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഉയർത്താനുള്ള കൊടിമരമാണ് അനുസൂയായ കാവുമ്പാൽ രക്തസാക്ഷികളുടെ രക്തസാക്ഷി നഗരിൽ നിന്ന് സഖാവ് MV ജയരാജൻ കൈമാറി TK ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും നാട്ടുകാരെയും സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ഈ കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് MV ജയരാജനാണ്. ജയരാജനെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ കൊടിമര ജാഥയുടെ ലീഡർ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് TK ഗോവിന്ദൻ മാസ്റ്ററാണ്. TK ഗോവിന്ദൻ മാസ്റ്ററെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന KB സുരേഷ്, M വിജിൽ MLA-മാരെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ കൊടിമരം ഏറ്റുവാങ്ങൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംഘാടക സമിതിയുടെ എരിപുരത്ത് സംഘാടക സമിതിയുടെ നേതാവ് സഖാവ് CA വേണുഗോപാലിനെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PV ഗോപിനാഥ്, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന സംഘാടക സമിതി ചെയർമാനും CPIM ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറിയുമായ MC രാഘവാട്ടനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ. സഖാക്കളെ, കൊടിമരം കൈമാറൽ ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടി സഖാവ് MV ജയരാജനോട് അഭ്യർത്ഥിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന കൊടിമര ജാഥ ലീഡർ സഖാവ് TK ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, CPIM കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് നാളെ മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ എരിപുരത്ത് വെച്ച് നടത്തുന്നത്. സഖാക്കൾ K കുഞ്ഞപ്പ, P വാസുദേവൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും.
21ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനത്തിൽ അവർ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. കഴിഞ്ഞ സമ്മേളനത്തിലാണ് അവർ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. പക്ഷെ ദീർഘകാലം പാർട്ടിയെ നയിച്ചവരാണവർ. പൊതുസമ്മേളനം നടക്കുന്നത് വി കെ നായനാർ സ്മാരക നഗറിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നയാളാണ് സഖാവ് നായനാർ. ജനനായകൻ എന്നാണ് സഖാവ് നായനാർ വിശേഷിപ്പിക്കുന്നത്. അനുബന്ധ പരിപാടികൾ നടക്കുന്ന നഗറിൻ്റെ പേര് CV ദാമോദരൻ നഗറാണ്. CV മാടായി ഏരിയയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചവരാണ്. ആ നഗറിലേക്ക് ഉയർത്താനുള്ള കൊടി കയറ്റാനുള്ള കൊടിമരമാണ് കാവുമ്പായിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കാവുമ്പായി രക്തസാക്ഷിത്വത്തിന് അടുത്ത ഡിസംബർ 30 ആവുമ്പോഴേക്കും വീണ്ടും നാം ഓർമ്മ പുതുക്കുന്ന ദിനത്തെ വരവേൽക്കുകയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നവരല്ല കാവുമ്പായി രക്തസാക്ഷികൾ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്നത്തെ കരുത്ത് കണ്ണൂർ ജില്ലയിൽ നേടുന്നതിൽ കരിവള്ളൂരിലെയും കാവുമ്പായിയിലെയും മുനിയംകുന്നിലെയും പാടിക്കുന്നിലെയും കോറോത്തെയും പഴശ്ശിയിലെയും ചെറുകല്ലായിലെയും ധീര രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷികൾ 1940-ൽ സാമ്രാജ്യവിരുദ്ധ സമരം സംഘടിപ്പിച്ചതിന് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന അബൂബും ചാത്തുക്കുട്ടിയുമായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തനം പ്രഖ്യാപിച്ച് ഒരു 5-8 മാസം കഴിയുമ്പോഴായിരുന്നു. സമാനതകളില്ലാത്ത ബ്രിട്ടീഷ് വിരുദ്ധ ജമ്മി വിരുദ്ധ സമരമായിരുന്നു അക്കാലത്ത് നടന്നത്. കയ്യൂരിൽ നിന്ന് കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണെങ്കിലും അന്ന് അവിഭക്ത കണ്ണൂരായിരുന്നു. കയ്യൂരിൽ നിന്ന് 4 ചെറുപ്പക്കാർ അപ്പുവും ചിരുവണ്ണനും കുഞ്ഞമ്പു നായരും അബൂബക്കറും അവരായിരുന്നു ധീരതയുടെ പ്രതീകമായി അക്കാലത്ത് വാഴ്ത്തപ്പെട്ടത്. അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. കഴിമരത്തിൽ കയറുന്നതിൻ്റെ തലേന്നാണ് ഈ 4 സഖാക്കളെയും കാണുന്നതിന് ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും കർഷക പ്രസ്ഥാനത്തിലേക്കും കൈപിടിച്ചുയർത്തിയ കൃഷ്ണപിള്ളിയും കൂടെ അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി PC ജോഷിയും പോവുകയുണ്ടായി. അവർ കണ്ടു. കഴിമരത്തിൽ കയറാൻ പോകുന്ന സഖാക്കളെ ആശ്വസിപ്പിക്കാൻ പോയ നേതാക്കന്മാരെ അവരാശ്വസിപ്പിക്കുന്നതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. കൃഷ്ണപിള്ള പിന്നീട് എഴുതി, ധീരതയുടെ പ്രതീകമാണ് അപ്പുവും മറ്റു സഖാക്കളും. അവരോട് ഈ 2 നേതാക്കളും ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് PC ജോഷി വിശേഷിപ്പിച്ചത് അഭിമന്യുകൾ എന്നാണ്. നിങ്ങളെക്കുറിച്ച് രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമാനം കൊള്ളുന്നു. നിങ്ങൾ അഭിമന്യുവിനെ പോലെയുള്ളവരാണ്. നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്നത്. നിങ്ങളെ വാഴ്ത്തിക്കൊണ്ടുള്ള വിവിധ ഭാഷകളിൽ നിന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കിട്ടിയ കത്തുകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെക്കുറിച്ച് വിവിധ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് പറയാനുണ്ടോ? ഞങ്ങൾ നാളെ പോയി അവരെ കാണും. അപ്പുവാണ് എല്ലാവർക്കും വേണ്ടി പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കളെ പാർട്ടി സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് അവരെക്കുറിച്ച് വേവലാതിയില്ല. ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന സഖാക്കളായ കയ്യൂരിലെ സഹോദരങ്ങളോട് സഖാക്കളോട് നിങ്ങൾ പറയണം, നാളെ കഴിമരത്തിൽ കയറുന്നത് പുഞ്ചിരിയോടുകൂടിയായി. അതുകൊണ്ട് കയ്യൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം. ആ സന്ദേശമാണ് ഞങ്ങൾക്ക് കയ്യൂരിലെ സഖാക്കൾക്ക് നൽകാനുള്ളത്. ഇത് കേട്ടപ്പോൾ കൃഷ്ണപിള്ള കരഞ്ഞുപോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സഖാവെന്ന് വിളിക്കുന്ന ഒരാൾ കൃഷ്ണപിള്ളയാണ്. ആദ്യം മുതലേ സഖാവെന്ന സഖാക്കൾ വിളിക്കുന്ന പേര് കൃഷ്ണപിള്ളക്കാണ്. ആ സഖാവ് പോലും കരയുന്ന പ്രതികരണമായിരുന്നു.
മരണത്തെ വരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ പോലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഇന്നത്തെ നിലയിൽ കണ്ണൂരിൽ വളർന്നു വന്നു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നാം ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട കാര്യം കയ്യൂരിൻ്റെ, കരിവള്ളൂരിൻ്റെ, കാവുമ്പായിയുടെ, മുനിയൻകുന്നിൻ്റെ, പാടിക്കുന്നിൻ്റെ, കോറോത്തിൻ്റെ, ചെറുകല്ലായിയുടെ, പഴശ്ശിയുടെ, തലശ്ശേരിയുടെ, മൊറാഴിയുടെ ആ പിന്നിട്ട നാളുകളിൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടമാണ്. സേലം ജയിലിൽ 22 ആളെ വെടിവെച്ച് കൊല്ലുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. ബ്രിട്ടീഷുകാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയത്, കോൺഗ്രസ്സുകാരും വേട്ടയാടി. മൊയ്യാരത്ത് ശങ്കരനെ കൊന്നത് പോലീസിൻ്റെ ഒപ്പം കോൺഗ്രസ്സുകാരും ചേർന്നിട്ടാണ്. മൊയ്യാരത്ത് ശങ്കരനാണ് കോൺഗ്രസിൻ്റെ ചരിത്രം മലയാളികൾക്ക് പകർന്നു കൊടുത്തത്. കോൺഗ്രസ്സുകാർ മൊയ്യാരത്ത് ശങ്കരനെ പോലും വെറുതെ വിട്ടില്ല. ഇതാണ് ചരിത്രം. ആ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് കാവുമ്പായിക്കുള്ളത്. അതുകൊണ്ട് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളന നഗരിയിലേക്ക് കേവലം ഒരു സ്ഥലം നാമമായിട്ടല്ല കാവുമ്പായി അറിയപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണ് ചുവന്നു തുടുത്തത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തം കൊണ്ട് ചുവന്നു തുടുത്തതാണ് എന്ന് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാവുമ്പായിയിൽ നിന്ന് കൊടിമരം കൊണ്ടുപോകുമ്പോൾ അതിന് വികാരമുണ്ട്, വിചാരമുണ്ട്. വികാരമെന്താ? നമ്മയെല്ലാം നയിക്കുന്ന ഒരൊറ്റ വികാരം. അത് കാവുമ്പായി രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവത്യാഗം ചെയ്ത രണധീരന്മാരുടെ മുദ്രാവാക്യം ശാശ്വതമാക്കാനുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് വികാരം. വിചാരമെന്താ? ഇനിയും നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള എന്തെല്ലാം വഴികളാണ് നാം പാർട്ടി എന്ന നിലയിൽ തിരഞ്ഞെടുക്കേണ്ടത്? ആ വിചാരമാണ് പാർട്ടി സമ്മേളനത്തിൽ നടത്താൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മേളനം എന്ന് പറയുന്നത് മാമാങ്കമല്ല, അത് ഒരടി മുന്നോട്ട് എന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ആവേശം പകർന്നിട്ടുള്ള സഖാവ് കൃഷ്ണപിള്ളിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ചർച്ചാവേദിയായി പാർട്ടി സമ്മേളനങ്ങളെ മാറ്റലാണ്. ബ്രാഞ്ച് സമ്മേളനം മുതൽ അഖിലേന്ത്യാ സമ്മേളനം വരെ ഈ സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി 8 മാസമാണ് നാം ചെലവഴിക്കുന്നത്. 8 മാസക്കാലം തുടർച്ചയായി സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളിൽ വെച്ച് പാർട്ടിയുടെ പ്രവർത്തന അനുഭവങ്ങളെ വിലയിരുത്തും, നേട്ടകോട്ടങ്ങൾ കണ്ടെത്തും, കോട്ടങ്ങൾ ഒഴിവാക്കാനുള്ള വഴികൾ എന്ത് എന്ന് മനസ്സിലാക്കും, ഭാവി പ്രവർത്തന പരിപാടികൾ രൂപപ്പെടുത്തും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. ഇന്നിപ്പോൾ CPIM കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രബല പാർട്ടിയാണ്. കേരളത്തിലെ 1ാമത്തെ പാർട്ടി യൂണിറ്റാണ് കണ്ണൂരിലേത്. അഹങ്കരിക്കരുത്. ആ അംഗീകാരം ജനങ്ങൾ നൽകിയത് കാവുമ്പായി രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്. നാടിനു വേണ്ടി, മോചനത്തിനു വേണ്ടി പൊരുതിയവരുടെ ജീവത്യാഗം കൊണ്ടാണ്. 61,688 അംഗങ്ങളുണ്ട്, 4,247 ബ്രാഞ്ചുകളുണ്ട്, 243 ലോക്കൽ കമ്മിറ്റികളുണ്ട്, 18 ഏരിയ കമ്മിറ്റികളുണ്ട്. വർഗബഹുജന സംഘടനകളിലെല്ലാമായി 28.4 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് കണ്ണൂർ ജില്ലയിലെ CPIM. കേരളത്തിൽ 50% കൂടുതൽ വോട്ടുള്ള, ഇടതുപക്ഷത്തിന് വോട്ടുള്ള ഏക ജില്ല കണ്ണൂരാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 58.25% വോട്ടാണ് ഇടതുപക്ഷത്തിന്. അഴീക്കോട് UDFിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു, കണ്ണൂര് നിലനിർത്തി. ഇരിക്കൂറും പേരാവൂറും കൈവിട്ടത് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൈകോർത്തതും ഈ മണ്ഡലത്തിൽ പരമ്പരാഗതമായ കോൺഗ്രസിൻ്റെ സ്വാധീനവുമാണ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. എന്നിട്ടും നമ്മുടെ വോട്ട് വർദ്ധിച്ചു. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേറ്റത്തിൻ്റെ തുടർച്ചയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ 5 ഗ്രാമപഞ്ചായത്തുകൾ പുതുതായി ഇടതുപക്ഷം ജയിച്ചു. ഉദയഗിരി, ചെറുപുഴ, പയ്യാവൂര്, ആറളം, കണിച്ചാർ, അങ്ങനെ മലയോര മേഖലയിലെ 12 ഗ്രാമപഞ്ചായത്തുകളിൽ 5 എണ്ണം പുതുതായി ഇടതുപക്ഷം ജയിച്ചു. കണിച്ചാറിൽ ഒരിക്കലും ഇടതുപക്ഷം ജയിച്ചിരുന്നില്ല.
40 വർഷമായി ഇത്തവണ ഇടതുപക്ഷം ജയിച്ചു. അതോടൊപ്പം കൊട്ടിയൂർ തുല്യ നില കൈവരിക്കാൻ കഴിഞ്ഞു. അവിടെ വൈസ് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും എല്ലാം ഇടതുപക്ഷമാണ് ജയിച്ചത്. നടുവിൽ കോൺഗ്രസിൻ്റെ ശക്തിദുർഗമായി അറിയപ്പെടുന്നു. പക്ഷെ അവിടെ കോൺഗ്രസ് തോറ്റു തുന്നം പാടി. എന്നാൽ ഈ വിജയത്തിനിടയിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ചിലയിടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി നമുക്കൊരു പാഠമായിരുന്നു, ഒപ്പം ഒരു താക്കീതായിരുന്നു. ആ പാഠമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തണം, ജനങ്ങളോടൊപ്പം നിൽക്കണം. ജനങ്ങളിൽ നിന്ന് വേർപെട്ടാൽ വെള്ളത്തിൽ നിന്ന് വേർപെട്ട മത്സ്യത്തെ പോലെയാവും കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ നാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് പിന്നീട് ഉണർന്ന് പ്രവർത്തിച്ചു. 20ലും 21ലും ഉജ്ജ്വലമായ മുന്നേറ്റമുണ്ടായി. ആ മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ചിലയിടങ്ങളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായില്ല. ഈ കാര്യങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങൾ പരിശോധിക്കുന്നത്. ഈ നേട്ടത്തെ ഉറപ്പിക്കണം, കോട്ടങ്ങളെ ദൂരീകരിക്കണം. എല്ലാ കാലത്തും നേട്ടം മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ല, കോട്ടങ്ങളുണ്ടാവും. അതിനെ എന്തുകൊണ്ട് എന്ന് കണ്ടെത്തണം. ഈ കോട്ടങ്ങൾ ദൂരീകരിക്കുന്നത് എന്തിനാ? അത് മറ്റൊന്നിനുമല്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അത് ഒരു ചൂഷണരഹിത സമൂഹം കെട്ടിപ്പടുക്കുകയാണ്. അതിന് ഇന്നത്തെ ചൂഷണാധിഷ്ഠിത വ്യവസ്ഥ തകരണം. ഇത് മുതലാളിത്തമാണ്, സോഷ്യലിസത്തിലേക്കാണ് നാം ലക്ഷ്യമിടുന്നത്. അതിനിപ്പോൾ ചെയ്യേണ്ടത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. അതിന് തൊഴിലാളികൾ, കൃഷിക്കാർ, മറ്റധ്വാനിക്കുന്നവരെ സംഘടിപ്പിക്കണം. കൃഷിക്കാർ ഇന്ന് ദുരിതത്തിലാണ്. അതാണ് കർഷക സമരത്തിന് കാരണമായത്. ദുരിതത്തിൽ കഴിയുന്ന കൃഷിക്കാരെ വീണ്ടും ദ്രോഹിക്കാൻ മോഡി മുന്നോട്ട് വന്നു കർഷക ദ്രോഹ നിയമത്തിലൂടെ. ആ നിയമത്തിനെതിരായി 500ഓളം കർഷക സംഘടനകൾ ഒരുമിച്ച് നിന്നു, മോഡിയെ മുട്ടുകുത്തിച്ചു. അങ്ങനെയാണ് ഉജ്ജ്വലമായ കർഷക സമര വിജയമുണ്ടായത്. നമ്മൾ ഒരിക്കലും തോൽക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല. നാം പ്രതിനിധാനം ചെയ്യുന്ന വർഗം അത് സമൂഹത്തിൽ ഏറ്റവും പ്രബലമായ ഒരു വർഗമാണ്. മുതലാളിത്ത സമൂഹത്തിൽ ചൂഷണാധിഷ്ഠിത വ്യവസ്ഥയെ തകർക്കാൻ കരുത്തുള്ള വർഗം തൊഴിലാളി കർഷകാദി വർഗമാണ്. ആ വർഗത്തിൻ്റെ താല്പര്യമാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്സ് ചൂണ്ടിക്കാണിച്ചതുപോലെ നഷ്ടപ്പെടുവാൻ കൈച്ചങ്ങലകളല്ലാതെ മറ്റൊന്നുമില്ല. കിട്ടുവാനുള്ളത് പുതിയൊരു ലോകമാണ്, പുതിയൊരു സമൂഹമാണ്, ഭാവിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിൽ കുൽസിതമായ നീക്കം ലോകമെമ്പാടും നടക്കുന്നുണ്ടെങ്കിലും സോഷ്യലിസം മാത്രമാണ് ഭാവി. ഭാവി സോഷ്യലിസത്തിൻ്റെതാണ്. ഈ ശുഭാപ്തി വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റുകാരെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് മോഡിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം കൃഷിക്കാരും തൊഴിലാളികളും നടത്തുമ്പോൾ നാം ആ പോരാട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇത്തവണ നടന്ന കർഷക സമരത്തിൽ, 1 വർഷത്തോളം നീണ്ടുനിന്ന സമരത്തിൽ ചുവന്ന കൊടിയുടെ സാന്നിധ്യമില്ലാത്ത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. കിസാൻ സഭ സജീവമായിരുന്നു. കർഷക തൊഴിലാളി യൂണിയൻ രംഗത്തിറങ്ങി. അങ്ങനെ കർഷകരുടെ ഹൃദയ വികാരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പോരാട്ടമായി അത് മാറി. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി പരസ്യമായി മാപ്പ് പറഞ്ഞു. ഒപ്പം പാർലമെന്റ് പാസാക്കിയ നിയമം പിൻവലിച്ചു. ചില നിയമങ്ങൾ ഭേദഗതി ചെയ്തു, പക്ഷെ നിയമം പിൻവലിക്കുന്നത് ആദ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൃഷിക്കാരാണ് ജയിച്ചത്, മോഡിയാണ് തോറ്റത്. വീണ്ടും അവർ ആഭ്യന്തര വകുപ്പ് ഒരു കത്ത് കൊടുത്തു സമരസമിതിക്ക്. കഴിഞ്ഞ ദിവസമാണ് ആ കത്ത് കൊടുത്തത്. അതിലവർ പറഞ്ഞു താങ്ങുവില നിശ്ചയിക്കാനുള്ള കമ്മിറ്റിയിൽ കൃഷിക്കാരുടെ പ്രതിനിധികൾ ഉൾപ്പെടുത്തും, കേസുകൾ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കും, മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യവും ആലോചിക്കും, വൈദ്യുതി സ്വകാര്യവൽക്കരിക്കുന്ന ബില്ലിലെ കർഷക ദ്രോഹ വകുപ്പുകൾ എടുത്തുകളയും, ഡൽഹിയിലെ
വായു മലിനീകരണ നിയമത്തിൻ്റെ വ്യവസ്ഥകളിൽ കൃഷിക്കാർക്ക് ദ്രോഹകരമായ വല്ലതുമുണ്ടെങ്കിൽ അതും നീക്കും. എല്ലാം പരിശോധിച്ചാൽ ആ സമരത്തിൻ്റെ വിജയമാണ്. കാവുമ്പായി സമരം ഉജ്ജ്വലമായ വിജയമായി. എന്താണ് ആ വിജയം പിന്നീട് തെളിയിച്ചത്? 1957 കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നു. ബാലറ്റിലൂടെ. അതിനു മുമ്പ് ഇന്ത്യയിലൂടെ ഒരിടത്തും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടില്ല. ലോകത്ത് തന്നെ വേറെയില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റിലൂടെ അധികാരത്തിൽ വരുന്നതിന് ഇടയാക്കിയത് കാവുമ്പായി അടക്കമുള്ള ഉശിരൻ സമരമാണ്. സമരത്തിലൂടെ പൊരുതി മുന്നേറി ഗവൺമെന്റ് ഉണ്ടായിട്ട് അധികാരത്തിന്റെ ശീതള ഛായയിൽ നമ്മൾ കഴിഞ്ഞില്ല. ആ അധികാരത്തെ AKG പറഞ്ഞതുപോലെ പാവപ്പെട്ടവന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്. പഠിക്കാൻ അവകാശമില്ലാതിരുന്ന പാവങ്ങൾ, പിന്നോക്കക്കാർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, സ്കൂളിൻ്റെ അടുത്ത് വന്നാൽ അടിച്ചോടിക്കുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ, അവർക്ക് പഠിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തു. മിനിമം കൂലിയുടെ സ്വപ്നം മാത്രം കണ്ടിരുന്ന തൊഴിലാളിക്ക് മിനിമം കൂലി വാങ്ങിക്കൊടുത്തു. തൊഴിൽ സമരത്തിൽ പോലീസ് ഇടപെടുന്നത് അവസാനിപ്പിച്ചു. ഇങ്ങനെ 57 കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന് ചെയ്ത നല്ല കാര്യങ്ങളുടെ തുടർച്ചയാണ് 67 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തത്. 80 ഇടതുപക്ഷം ചെയ്തത്, 87 ഇടതുപക്ഷം ചെയ്തത്, 96 ഇടതുപക്ഷം ചെയ്തത്, പിന്നീട് 2006 2016 അതിൻ്റെ തുടർച്ചയായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായും 2021 ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയുണ്ടായി. ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിലൊരു ഭരണ തുടർച്ച ഒരു ഗവൺമെന്റിനും ഉണ്ടായിട്ടില്ല. ഇതാദ്യമായി ഇടതുപക്ഷത്തിനുണ്ടായി. അതുണ്ടായി എന്നതുകൊണ്ട് നാം അഹങ്കരിക്കരുത്. അതുണ്ടായത് കൂടുതൽ നമ്മെ വിനയാന്വിതരാക്കുകയാണ്. കാരണം വലിയ ഉത്തരവാദിത്തമാണ്, ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഒന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയായി പാവങ്ങൾക്ക് വീട് കൊടുക്കുന്നു, പാവങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നു, പഠിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു, ആശുപത്രികൾ മെച്ചപ്പെടുത്തുന്നു, തൊഴിൽ കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടാം ഇടതുപക്ഷ സർക്കാരും ഒന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയായ നടപടികൾ സ്വീകരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം KPCCയുടെ പ്രസിഡന്റിന്റെ ഒരു അവകാശവാദം നിങ്ങൾ കേട്ടു. KPCC പ്രസിഡന്റിനെ സ്തുതി പാടിക്കൊണ്ടുള്ള ഗീതങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞു. അത് കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പരാജയപ്പെടുത്തിയതിനെ തുടർന്നുള്ള സ്തുതിഗീതങ്ങളായിരുന്നു. കോൺഗ്രസ്സുകാർ തോപ്പിച്ചു. അവിടെ നമ്മളെ പാർട്ടിക്ക് ഒരു മെമ്പറും ഇല്ല, നമ്മളങ്ങോട്ട് പോയിട്ടില്ല. എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നു ജയിച്ചേ. ആരുടെ മേൽ ജയം? കോൺഗ്രസ്സുകാരെ തോപ്പിച്ചിട്ട് കോൺഗ്രസ്സുകാർ ജയിച്ചു. ഇതിനെ പറയുന്ന വർത്തമാനം തനി നാടൻ വാക്കിൽ പറഞ്ഞാൽ തമ്മാടിത്തം. കോൺഗ്രസ്സുകാരെ തോപ്പിക്കുന്നു. എന്നിട്ട് നമ്മളെ മനോരമാദി വിഷന്തുപ്പുന്ന മാധ്യമ പടയുടെ നേതൃത്വത്തിൽ പറയുന്നു, ഇതാ സുധാകരൻ വിജയക്കൊടി പാറിച്ചു. ഇതേ സുധാകരന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. അന്ന് കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി. ഇന്ന് കോൺഗ്രസുകാർ തോൽപ്പിച്ചപ്പോൾ വീരഗീതം ചമക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, അന്ന് കോൺഗ്രസ് തോറ്റത് ഇദ്ദേഹമാണ് കാരണക്കാരനെന്ന് വിലയിരുത്തണ്ടേ? അന്നത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത സുധാകരന്റെ തെറ്റായ നടപടികൾ മൂലമാണ് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ തോറ്റത് എന്ന് പറയണ്ടേ? സതീശൻ പാച്ചേനിയെ തോപ്പിച്ചതല്ലേ? പാച്ചേനി തന്നെ പിന്നീട് പറഞ്ഞല്ലോ, ഇപ്പൊ ഗതി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് സതീശൻ കോൺഗ്രസിൽ ഇരിക്കുന്നത്. സതീശനെ കോൺഗ്രസിന്റെ സുധാകര ഗ്രൂപ്പ് തോപ്പിച്ചു എന്ന കാരണം പറഞ്ഞിട്ടാണ് MP മുരളി അടക്കമുള്ളവ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് NCP പോയത്. അത് മാത്രാണോ? ആ അഴീക്കോട് മണ്ഡലം ലീഗിന് തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് ലീഗ് നേതൃത്വം പറഞ്ഞിട്ടില്ലേ? അപ്പൊ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കണ്ണൂർ ജില്ലയിൽ തിരിച്ചടി ഉണ്ടായതിന് ഉത്തരവാദിത്വം അന്നത്തെ നേതാവായ സുധാകരനാണ്. അന്ന് അദ്ദേഹം KPCC പ്രസിഡന്റ്, ഇന്ന് അദ്ദേഹം KPCC പ്രസിഡന്റായി.
KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് 32 വാർഡുകളിൽ നടന്നു. 32 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ കോൺഗ്രസ് ജയിച്ചത് ഇടതുപക്ഷം പിടിച്ചെടുത്തു. 17 ഇടതുപക്ഷത്തിന്, 13 കോൺഗ്രസും ലീഗും എല്ലാം ചേർന്ന് UDF-ന്, 1 NDA, 1 സ്വതന്ത്രൻ. ആ സ്വതന്ത്രൻ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള സ്വതന്ത്രൻ. അങ്ങനെ വരുമ്പോൾ 18 ആവും. കോൺഗ്രസ് കാലാകാലങ്ങളിൽ ജയിക്കുന്ന വാർഡാണ് എരുവേശിയിലെ 14-ാം വാർഡ്. കഴിഞ്ഞ തവണ ജയിച്ചത് 200-നടുത്ത് വോട്ടിനാണ്. ഇത്തവണ ആ വാർഡ് ഇടതുപക്ഷം ജയിച്ചത് 126 വോട്ടിനാണ്, 5-10 വോട്ടിനല്ല. KPCC പ്രസിഡന്റായി സുധാകരൻ സ്ഥാനമെടുത്തതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 32-ൽ 17 ഇടതുപക്ഷം ജയിച്ചു. അതിൽ കോൺഗ്രസ് ജയിച്ച ചില സീറ്റുകൾ ഇടതുപക്ഷം ജയിച്ചു. അതിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ എരുവേശിയിലെ 14-ാം വാർഡ്. അപ്പൊ ആ 14-ാം വാർഡിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം സുധാകരനല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തിരിച്ചടിക്ക് കാരണം സുധാകരനല്ലേ? ഇപ്പൊ ഒരു സ്തുതിപാഠകന്മാരെയും കാണുന്നില്ലല്ലോ. ഇതാണ് നാം കാണേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയാണെങ്കിൽ ഉടൻ പ്രചാരവേല വരും. ഇത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ്. മറ്റൊരു കാര്യം നിങ്ങൾ നോക്ക്. CPIM-ന്റെ പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് PB സന്ദീപ് കുമാർ. അദ്ദേഹത്തെ പറ്റി തിരുവല്ല ഏരിയയിൽ ആകെ വലിയ മതിപ്പാണ്. അദ്ദേഹം കോവിഡ് കാലത്ത് നടത്തിയ സേവന പ്രവർത്തനം സമാനതകളില്ലാത്തതാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. ആ പ്രതിഷേധത്തെ തുടർന്ന് സ്വാഭാവികമായും നമ്മുടെ മാധ്യമങ്ങളിലും വാർത്തകൾ വരേണ്ടതാണ്. പക്ഷെ മാധ്യമങ്ങളിൽ ചിലതെന്താ ചെയ്ത്? സന്ദീപിനെ കൊലപ്പെടുത്തിയത് അരാഷ്ട്രീയവാദികളാണ്. ആ കൊലപാതകത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമില്ല. തുടർച്ചയായി 4 ദിവസമാണ് ആ വാർത്ത നിലനിന്നത്. പിന്നീട് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പോലീസ് പറഞ്ഞു, യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രധാന പ്രതി ജിഷ്ണു. ആ പ്രതികളുടെ കൂട്ടത്തിൽ RSSന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. എന്നാലെങ്കിലും മനോരമാദി മാധ്യമങ്ങൾ തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തണ്ടേ? തിരുത്തിയില്ല. പിന്നെ വീണ്ടും വന്നു വിഷം തുപ്പുന്ന മറ്റൊരു വാർത്ത. പ്രതികൾ ഒരാൾ മുഹമ്മദ് ഫൈസൽ ചെറുപുഴയിലെ മരുതുംപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണെന്നും കണ്ണൂരായതുകൊണ്ട് അവൻ DYFI ആണെന്നും BJP-ക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിച്ചു. ഉടൻ മനോരമ ഇത് ഏറ്റെടുത്തു. മുഹമ്മദ് ഫൈസൽ മരുതംപള്ളി എന്ന് പറയുന്ന ചെറുപുഴയിലെ ഒരു ഗ്രാമത്തിലാണെന്നും അത് കണ്ണൂരിലാണെന്നും മുഹമ്മദ് ഫൈസൽ DYFI ആണെന്നും ഉടൻ സുരേന്ദ്രന്റെ പ്രതികരണവും വന്നു. എന്താ സുരേന്ദ്രന്റെ പ്രതികരണം? സന്ദീപിനെ കൊലപ്പെടുത്തിയത് മാർക്സിസ്റ്റുകാരുടെ ഗ്രൂപ്പ് തർക്കം കൊണ്ടാണ്. എത്ര പെട്ടെന്നാണ് അതിനെ വഴിതിരിച്ചു പിടിയാൻ നോക്കുന്നത്. അതും മാധ്യമങ്ങൾ കൊടുത്തു. നോക്കുമ്പോൾ ഈ മുഹമ്മദ് ഫൈസൽ പിടിക്കപ്പെട്ടപ്പോൾ പോലീസുകാരോട് ഒരു കള്ള അഡ്രസ് കൊടുത്തതാണ്. റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതിയിലേക്ക് പൂർണ്ണമായി ഇയാളുടെ മേൽവിലാസവും വിശദാംശങ്ങളും ഒക്കെ ശേഖരിക്കുന്ന ഘട്ടത്തിലാണ് മനസ്സിലായത് ഈ മുഹമ്മദ് ഫൈസൽ കണ്ണൂർക്കാരനല്ല. കാസർഗോഡ് ജില്ലയിൽ മൊഗ്രാൽ പുത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പേര് മുഹമ്മദ് ഫൈസൽ എന്നല്ല, പേര് മൻസൂർ. പിതാവിന്റെ പേര് മുഹമ്മദ് എന്നല്ല, ഷെറീഫ്. പൂർണ്ണമായി എല്ലാ വസ്തുതകളും മനസ്സിലായി.
പൂർണ്ണമായ വസ്തുതകൾ മനസ്സിലായപ്പോ ഇവൻ RSSകാരുടെ കൂടെ മോഷണത്തിന് പോകുന്ന കൊട്ടേഷനാണ്. തിരുവല്ലക്കടുത്ത് തന്നെ ഒരു വീട്ടിൽ മോഷണത്തിന് ജിഷ്ണുവിന്റെ കൂടെ ഇവനും ഉണ്ടായിരുന്നു. ഇവനുമായിട്ടുള്ള ബന്ധം ജയിലിലെ ബന്ധമാണ്. ജയിലിൽ വെച്ചാണ് ഈ കൊട്ടേഷൻ ടീമുകൾ രൂപപ്പെടുന്നത്. ജയിലിൽ വെച്ച് ജിഷ്ണുവിന്റെ അടുത്ത സുഹൃത്തായി മൻസൂർ മാറി. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ഇടക്കിടക്ക് പോകാറായി, അവിടെ താമസിക്കാറായി. ഇതിനകം 2 മോഷണം അവിടെ നടത്തി. കഞ്ചാവ് കടത്തുന്നതിൽ വിദഗ്ധനാണ്, അതിൽ PhD ആണ് ഈ മൻസൂറിന്. അതിൽ തന്നെ ഒരു 8 കേസുണ്ട്. അപ്പോ RSSകാർ സന്ദീപിനെ കൊലപ്പെടുത്താൻ വേണ്ടി ജയിലിലെ ബന്ധമുള്ള മൻസൂറിനെ കൊട്ടേഷനായി എടുത്തു പോകുന്നു. ഇവനും കൂടിയുണ്ട്. അങ്ങനെ ചെയ്ത കൊലപാതകം അരാഷ്ട്രീയമാണെന്ന് പറയാൻ തലയിൽ വിവരത്തിന്റെ മേൽവിലാസം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറ്റുമോ? അതല്ലേ അവര് CPM വിരുദ്ധ പ്രചാരവേല നടത്തുന്നതിനു വേണ്ടി മാത്രം രാഷ്ട്രീയമില്ലാത്ത കൊലപാതകമാണെന്ന് പറഞ്ഞത്. ഇക്കഴിഞ്ഞ 2016 ശേഷം നടന്ന 15 കൊലകൾ എടുക്കുക. CPIM-ന്റെ പ്രവർത്തകർ 15 പേരെയാണ് RSSും കോൺഗ്രസും ലീഗും കൊലപ്പെടുത്തിയത്. 15 പേരെ. ഭൂമിയോളം CPIM ക്ഷമിച്ചു. ഭൂമിയോളമല്ല, പാതാളത്തോളം ക്ഷമിച്ചു. ചില പാർട്ടി സഖാക്കൾ പാർട്ടി നേതാക്കളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര കാലം ഇങ്ങനെ ശത്രുക്കൾ പാർട്ടി സഖാക്കളെ കൊല്ലുമ്പോൾ ക്ഷമിക്കും? അപ്പോഴും പറഞ്ഞു പാർട്ടി, കൊലക്ക് കൊല CPIM-ന്റെ മാർഗമല്ല. പാതാളത്തോളം ക്ഷമിച്ചിട്ടും നമ്മുടെ നാട്ടിലെ മാധ്യമ പരീക്ഷകൾ ഈ CPIM-നെ വേട്ടയാടുകയാണ്. സത്യം ജനങ്ങളെ അറിയിക്കാനാണ് മാധ്യമങ്ങൾ, പക്ഷേ അസത്യം പ്രചരിപ്പിക്കുകയാണ്. ഇതിന് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള മറ്റൊരു കൊലപാതകമുണ്ട്. അതിലും ചില മാധ്യമങ്ങൾ പറഞ്ഞു രാഷ്ട്രീയമില്ല. ഇപ്പൊ CPIM-കാർ കൊല്ലപ്പെട്ടാൽ അത് രാഷ്ട്രീയമില്ലാത്ത കൊലപാതകം. CPIM പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയം. ഇതിനെയാണ് ബൂർഷ്വാ മാധ്യമങ്ങളുടെ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് CPIM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുമ്പോൾ പാർട്ടിയുടെ ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളെ, സമരപ്രവർത്തന അനുഭവങ്ങളെ, കോവിഡ് കാലത്തെ ജനസേവന പ്രവർത്തനത്തെ ഒക്കെ വളരെ വിശദമായി പരിശോധിക്കുകയും നേട്ടകോട്ടങ്ങൾ വിലയിരുത്തുകയും നേട്ടങ്ങൾ ഉറപ്പിക്കുകയും കോട്ടങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളും. തീർച്ചയായും അതിനുവേണ്ടി നടത്തുന്ന പാർട്ടി സമ്മേളന നഗരിയിലേക്ക് ഉയർത്താനുള്ള കൊടിമരം കാവുമ്പായി രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഖാവ് TK ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ജാതീയ സഖാവ് KV സുമേഷും മാടായി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് CM വേണുഗോപാലും ഉണ്ട്. ഇവരെല്ലാം ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ കൊടിമരം അവിടെ എത്തിക്കും. കൊടിമരം അവിടെ എത്തിയാൽ കരിവള്ളൂരിൽ നിന്ന് പതാക ജാഥ ആ സമയമാവുമ്പോഴേക്കും അവിടെ എത്തും. കരിവള്ളൂർ രക്തസാക്ഷികളുടെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പതാക ജാഥ ആരംഭിക്കുന്നത്. അതോടൊപ്പം ജീവശിഖ പ്രയാണം ആരംഭിക്കുന്നുണ്ട്. ഈ 3 ജാഥകളും വൈകുന്നേരം അവിടെ എത്തിയാൽ സമ്മേളന നഗരിയിൽ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ സഖാവ് TV രാജേഷ് പതാക ഉയർത്തും. സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം ഇന്ന് കുറിക്കുകയാണ്. അതുമായി സഹകരിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൊടിമര ജാതിയെ വരവേൽക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അടുത്തതായി ജാഥ ലീഡർ TK ഗോവിന്ദൻ മാഷ് സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള നേതാക്കളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പാർട്ടിയുടെ
DC സെക്രട്ടറി സഖാവ് ജയരാജൻ, സഖാക്കളെ, നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഇന്ന് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുകയാണ്. 10, 11, 12 തീയതികളിലായി പ്രതിനിധി സമ്മേളനം നടക്കും. 12-ാം തീയതി പൊതുസമ്മേളനത്തോടുകൂടി നമ്മുടെ ജില്ലാ സമ്മേളനം സമാപിക്കും. ജില്ലാ സമ്മേളനത്തിലേക്ക് ഉയർത്താനുള്ള പതാക ഉയർത്തുന്നതിനുള്ള കൊടിമരം കാവുമ്പായി രക്തസാക്ഷികളുടെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രക്തസാക്ഷി നഗറിൽ നിന്നും കൊണ്ടുപോകണം എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു അധ്യായമാണ് കാവുമ്പായി സമരം. കൊടിയ ചൂഷണത്തിനെതിരായിട്ട് കൃഷിക്കാർ സംഘടിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തെ തുടർന്ന് ലോകത്താകമാനം, രാജ്യത്താകമാനം കൊടിയ പട്ടിണി നടമാടുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് ജന്മിമാരുടെ പത്തായപ്പുരയിൽ നിറയെ നെല്ലും, അതുപോലെ തന്നെ കൃഷിഭൂമി കൃഷി ചെയ്യാതെ തരിശായി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ പത്തായപ്പുറയിൽ നിറയെ നെല്ലുണ്ട്. ആ നെല്ല് വിട്ടുകൊടുക്കാൻ ഈ ജന്മിമാർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ എത്രയോ ഏക്കർ ഭൂമി പരന്നു കിടക്കുന്നുണ്ട്, കൃഷി ചെയ്യാൻ യോഗ്യമായ ഭൂമി. ആ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കൃഷിക്കാർക്ക് അനുവാദമില്ല. അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയാണ് ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തത്. ഇവിടെ കൊടിയ പട്ടിണി നടമാടുന്ന ഘട്ടത്തിൽ ജന്മിമാരുടെ പത്തായപ്പുരയിൽ സൂക്ഷിച്ച നെല്ല് അവർ PCC സൊസൈറ്റികൾക്ക് അളക്കണം, അവരോട് ആവശ്യപ്പെടണം, ജന്മിമാരോട് ആവശ്യപ്പെടണം. അങ്ങനെ കർഷക സംഘ പ്രവർത്തകർ ജന്മിമാരോട് നിങ്ങളുടെ നെല്ല് PCCക്ക് അളക്കണം, ഇവിടെ എന്താ പറയുക, ഒരു മണി അരി പോലും കിട്ടാനില്ല, പൊന്നു കൊടുത്താലും എന്നൊക്കെ പാടിയ സന്ദർഭമാണ്.